ഒരാൾ എന്നോട് ചോദിച്ചു, ഈ വികസനവും അഴിമതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ എല്ലാവരും പറയുന്നു കേരളത്തിൽ വികസനം കൊണ്ടുവരും, വികസന നായകൻ, വികസിത കേരളം, വികസിത തൃശ്ശൂർ, അല്ലെ വികസിത പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നു, ഇന്ത്യ ഒട്ടാകെ വികസനം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ നമ്മൾ മുമ്പ് കേട്ടിരുന്നതാണ് അഴിമതി രഹിത ഭരണം, അഴിമതി മുക്ത കേരളം എന്നൊക്കെയുള്ള കാര്യങ്ങളും, സുതാര്യ കേരളം എന്നൊക്കെ നമ്മൾ കുറേ കാലം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വികസനവും ഇപ്പം നമ്മൾ അങ്ങനെ അഴിമതി മുക്തം അല്ലെ അഴിമതി ഇല്ലാത്തത് സുതാര്യം എന്നൊന്നും നമ്മളിപ്പോൾ കേൾക്കാറില്ല. കാരണം അതൊന്നും ആർക്കും ആവശ്യമില്ല എന്ന് തോന്നുന്നു കേരളത്തിൽ. പക്ഷേ വികസനം ഇപ്പോൾ കൂടുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വികസനവും അഴിമതിയും തമ്മിൽ എന്താ ബന്ധമെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പം തീർച്ചയായിട്ടും അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, വികസനവും അഴിമതിയും തമ്മിൽ? ഇപ്പോൾ കേരളത്തിലെ വികസനം എന്ന് കേൾക്കുമ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് റോഡ് വികസനം. പണ്ട് MLA റോഡ്, അല്ലെങ്കിൽ MP റോഡ്, അങ്ങനെ അവിടെ തീരദേശ റോഡ്, അതുപോലെ മലയുടെ മുകളിൽ കൂടെയുള്ള റോഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ റോഡ് വികസനം ഒരു വികസനത്തിൻ്റെ പ്രധാന കാര്യമാണ്. കുടിവെള്ളം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളൊരു വികസനമാണ്. അതുപോലെ ട്രെയിൻ കൊണ്ടുവരിക, അതൊരു വികസനമാണ്. പക്ഷെ വേറെ ചിലർക്ക് വേമ്പനാട് തടാകത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റണം, അവിടുത്തെ വെള്ളം ശുദ്ധമായിരിക്കണം എന്നുള്ളതൊരു വികസനമാണ്. പുഴയിലെ വെള്ളം നല്ല ശുദ്ധമായിരിക്കണം. ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവുമൊക്കെ വികസനമായിട്ട് കാണുന്നവരുണ്ട്. വേറെ ചിലർ വികസനം എന്ന് കാണുന്നത് കൊതുകുണ്ടാകാൻ പാടില്ല, അതായത് കൊതുക് ഉണ്ടാകുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളം ഓടെയൊക്കെ ക്ലീൻ ആയിരിക്കണം, അങ്ങനെയുണ്ട്. വേറെ ചിലർ കാണുന്നു റോഡെ നടക്കാൻ പോകുമ്പം തെരുവ് നായ കടിക്കാൻ പാടില്ല, അപ്പം തെരുവ് നായ ഇല്ലാത്ത സുരക്ഷിതമായ വഴി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതുപോലെ നടക്കാൻ വേണ്ടി ഫുട്പാത്ത് വേണം. അത് ഇടയ്ക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ കാല് ഈ ഇളകി കിടക്കുന്ന ഒരു സ്ലാബിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കാൻ പാടില്ല. ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോഴത്തേനും ബൈക്ക് വന്ന് ഇടിച്ച് നമ്മൾ ചാകാൻ പാടില്ല, കാറ് വന്നിടിച്ച് ചാകാൻ പാടില്ല. അതൊക്കെ ഒരു വികസനത്തിൻ്റെ ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പം വികസനം എന്ന് കേട്ടാൽ, അല്ലെ വികസിത കേരളം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ് അത് വികസനത്തെ പറ്റിയുള്ള ഒരു ചിന്തയും എന്താണ് വികസനം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വികസനവും അഴിമതിയും തമ്മിൽ ഉള്ള ബന്ധം എന്തെന്ന് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ വികസനം എന്ന് കേൾക്കുമ്പോൾ ഈ റോഡ് വികസനമാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ട് റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെപ്പറ്റി പറയാം. മറ്റെല്ലാ വികസനവുമായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അഴിമതിയും വികസനവും ബന്ധപ്പെടുത്താൻ പറ്റും. റോഡ് ഉദാഹരണമായിട്ട് എടുക്കാം. കാരണം ഏറ്റവും അധികം ആളുകൾ വികസനം എന്ന് കേൾക്കുമ്പോൾ റോഡ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഉദാഹരണം എടുക്കുന്നത്. ഇപ്പോൾ റോഡ് പണിയാൻ വേണ്ടി സാധാരണഗതിയിൽ കേരളത്തിൽ PWD പണിയുന്ന റോഡായാലും കോർപ്പറേഷൻ പണിയുന്ന റോഡായാലും അതിനൊരു എസ്റ്റിമേറ്റ് ആദ്യം എടുക്കും. എത്ര രൂപ ആകും, എവിടുന്ന് എത്ര കിലോമീറ്റർ പണിയണ്ടേ, അപ്പോൾ അത് ഏത് രീതിയിൽ പണിയണം. അപ്പോൾ അത് പണിയുന്നതിന് വേണ്ടിയിട്ട് PWDയുടെ ഒരു റേറ്റുകളുണ്ട്. PWD ആ റേറ്റ് ഷെഡ്യൂളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 2-3 വർഷമൊക്കെ ഒരേ റേറ്റാണ്. ആ റേറ്റ് അനുസരിച്ച് ഓരോന്നിനൊക്കെ മണലിനെത്ര അല്ലെങ്കിൽ ടാറിനെത്ര എന്നൊക്കെയുള്ള റേറ്റൊക്കെ കണക്ക് കൂട്ടി എത്ര ക്വാണ്ടിറ്റി എത്ര വേണമെന്നൊക്കെ നോക്കി, എത്ര വീതിയിലാണ് പണിയേണ്ടത്, എത്ര കട്ടിയിലാണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ളത് നോക്കി ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ആ എസ്റ്റിമേറ്റിന് ഭരണാനുമതിയൊക്കെ വാങ്ങിച്ച് ടെൻഡറൊക്കെ ഇട്ട് അത് പണി അങ്ങ് തുടങ്ങുകയാണ്. അതിനൊരു കാലാവധിയൊക്കെ ഉണ്ടാവും. ഇനി അതിന് ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്യാരണ്ടി വാറണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സമയവും നമ്മുടെ റോഡുകൾക്ക് കേരളത്തിലുണ്ട്. അതിനുള്ളിൽ ഇത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അല്ലെങ്കിൽ കുഴി അതിൻ്റെ അകത്ത് ഉണ്ടായാൽ അത് ആ കരാറുകാരൻ തന്നെ നന്നാക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അത് കരാറിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് റോഡ് വളരെ മര്യാദയ്ക്ക് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഈ PWD റേറ്റ് അനുസരിച്ച് ഒരു കരാറുകാരൻ അവിടെ പണിത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വികസനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PWD റേറ്റ് അനുസരിച്ച് എസ്റ്റിമേറ്റൊക്കെയുള്ള കരാറുകാരൻ പണിയുമ്പോൾ ഈ കരാറുകാരൻ്റെ അടുത്ത് നമ്മുടെ രാഷ്ട്രീയക്കാർ പോയിട്ട് പിരിവ് ചോദിക്കും. അവർക്ക് ജില്ലാ സമ്മേളനം നടത്തണം, അല്ലെങ്കിൽ അതിൽ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പല ചോട്ടാ നേതാക്കൾ മുതൽ ബാക്കിയുള്ള കരാറുകാരൻ്റെ ഒരു വലുപ്പം അനുസരിച്ച് പലരും പലവിധ പിരിവുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ. അതുപോലെ ഏതെങ്കിലും ഒരു ഉത്സവം നടക്കണമെങ്കിൽ അതിനും പിരിവ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഏതെങ്കിലും ഒരു സ്കൂളിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്നത് ചിലപ്പോൾ സ്പോൺസർഷിപ്പ് എന്നും പറഞ്ഞ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെ പല വിധത്തിലുള്ള പിരിവുകൾ ഈ കരാറുകാരന് പലർക്കും നൽകേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ കരാറുകാരന് ഈ പിരിവ് എവിടെ നിന്ന് കൊടുക്കും? അത് ഈ പറഞ്ഞ കരാർ തുകയിൽ നിന്ന് സർക്കാർ അവന് നൽകേണ്ട ആ കരാർ തുകയിൽ നിന്ന്
മാറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഈ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി അവിടെ ഉണ്ടാകുമോ? ക്വാണ്ടിറ്റി ടാറും ക്വാണ്ടിറ്റി മെറ്റലും ക്വാണ്ടിറ്റി സാധനമൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അതിൽ നിന്ന് കുറവ് വരുത്തിയാലല്ലേ നമുക്ക് കുറച്ച് പൈസ മിച്ചം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പൈസ ഈ കരാർ തുകയിൽ നിന്ന് പലവിധ കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത്, പിന്നെ സമ്മേളനങ്ങൾക്കും ജില്ലാ സമ്മേളനങ്ങൾക്കും താലൂക്ക് സമ്മേളനങ്ങൾക്കും ഏരിയ സമ്മേളനങ്ങൾക്കും പിന്നെ കേരളത്തിലെ നവകേരള യാത്ര എന്നൊക്കെ പറഞ്ഞ യാത്രകൾക്കും ഒക്കെ ഈ കരാറുകാർ പിരിവ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പിരിവിന് വേണ്ടി അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മറ്റ് പല സംഘടനകളും ഒക്കെ പിരിവെടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ഈ റോഡിൻ്റെ ഈ തുകയിൽ നിന്ന് പോവുകയും അവസാനം ആ റോഡിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് ഓരോരോ സാധനങ്ങൾ ആ പണിയിൽ വേണ്ടിയിരുന്നത്, അപ്പോൾ അത് അത്രയും കുറയുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കേരളത്തിൽ 20% മുതൽ 40% വരെ ഈ റോഡ് പണിയിൽ ഈ വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ കുറച്ച് ആ തുകയിൽ നിന്നും കുറച്ച് അത് മറ്റ് കാര്യങ്ങൾക്കായിട്ട് പോകുന്നു. അപ്പോൾ ആ റോഡ് 10 വർഷം നിൽക്കേണ്ട റോഡാണെങ്കിൽ അത് ചിലപ്പോൾ 5 വർഷമേ നിൽക്കത്തുള്ളൂ. അതുപോലെ 5 വർഷം നിൽക്കേണ്ട റോഡാണെങ്കിൽ അത് ചിലപ്പോൾ 2 വർഷമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ തന്നെ അവിടെ കുഴിയുണ്ടാവും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 40% അല്ലെ 30% ഇങ്ങനെ അഴിമതിയായിട്ട് ഈ കരാറുകാരൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ റോഡിൻ്റെ ഒരു ക്വാളിറ്റി, റോഡിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിൻ്റെ ഒരു എത്ര കാലത്തേക്ക് അത് നല്ല റോഡായിട്ട് നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഒരു പ്രശ്നമാകുന്നു. അപ്പോൾ ഒരു വികസിതമായിട്ടുള്ള ഒരു രാജ്യത്ത്, വികസിതമായിട്ടുള്ളൊരു പ്രദേശത്ത് ഒരു റോഡ് അതിൻ്റെ PWD മാനുവൽ അനുസരിച്ച്, PWD റേറ്റ് അനുസരിച്ച്, കരാറിലനുസരിച്ച് മുഴുവൻ തുകയും ആ റോഡിൽ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിന് ഈ ഇടയ്ക്കിടയ്ക്ക് അതിൽ കുഴിയുണ്ടാവത്തില്ല, അത് വളരെ കറക്റ്റായിരിക്കും, അതിൻ്റെ സർഫസ് വേവി ആയിരിക്കത്തില്ല, വളരെ സ്മൂത്തായിട്ട് അതിലൂടെ പോകാൻ പറ്റുന്ന നല്ലൊരു റോഡായിരിക്കും. അത് വികസിത രാജ്യങ്ങളിൽ നമ്മൾ റോഡുകൾ അധികം കുഴിയും കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമ്മളത് വികസിത രാജ്യമെന്ന് പറയുന്നു, വികസിതമായ ഒരു പ്രദേശമെന്ന് പറയുന്നു. കാരണം അവിടുത്തെ റോഡ് വളരെ നല്ലതാണ്. നമ്മുടെ ഇവിടെ അവിടെയും പല രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ മഴയുണ്ട്, അല്ലെ മഞ്ഞ് വീഴ്ചയുണ്ട്, ഇവിടുത്തേനേക്കാളും ഭാരമുള്ള വണ്ടികളും അതിൽ പോകുന്നുണ്ട്, വളവുള്ള വഴികളുണ്ട്. പക്ഷേ അവിടുത്തെ റോഡ് നല്ലതായിട്ട് കിടക്കുന്നത് അവിടുത്തെ റോഡുകൾ അഴിമതി കുറഞ്ഞത് കൊണ്ടാണ്. റോഡിലേക്ക് എത്ര പൈസ പോകണോ അത് റോഡിലേക്ക് തന്നെ പോയിരിക്കും. ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് എത്രയാണോ അതനുസരിച്ച് അത് മനസ്സിലാക്കി കരാറുകാരൻ മര്യാദയ്ക്ക് പണിയുകയും ചെയ്യും. കാരണം കരാറുകാരൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയക്കാർ, ലോക്കൽ നേതാക്കന്മാർ, മറ്റ് ആളുകൾ ഒന്നും ഈ റോഡിലേക്ക് പോകേണ്ട പൈസയിൽ നിന്ന് കൈയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ പണ്ട് കാലത്ത് കേരളത്തിൽ കേൾക്കുന്നുണ്ട്, കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ വലിയ 4 വരി പാത, അല്ലെങ്കിൽ അതിനുശേഷം സിൽവർ ലൈന്, അതുപോലെ ഹൈ സ്പീഡ് റെയില്, വേറെ പല പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ട് ഈ റോഡുകളെ പറ്റി, അല്ലെ സഞ്ചാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ആലോചിക്കും, എല്ലാ ദിവസവും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇത്ര സ്പീഡിൽ യാത്ര ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പം തിരുവനന്തപുരത്തുള്ളത് സെക്രട്ടേറിയറ്റ് ആണല്ലോ, അല്ലെ അസംബ്ലി ആണല്ലോ, MLA കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രം യാത്ര ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ എന്തിനാണ് ഇത്രയും? അപ്പോൾ ഇതിനൊക്കെ കാരണം വികസനമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ 20% മുതൽ 40% വരെ അതിൻ്റെ പണം എല്ലാവർക്കും കൂടി വീതിച്ചെടുത്ത് അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നുള്ളത് ആണ് നമ്മുടെ നാട് ഇന്നും വികസിതമാകാതെ കിടക്കുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇപ്പോഴും വികസിതം ഇനിയും വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയിൽ ഇന്നും നമ്മൾ കിടക്കുന്നത്. എത്രയോ വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ സർക്കാരുകളിലൂടെ ഭരിച്ചു, നമ്മളുടെ റോഡ് വികസനം ഇന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫുള്ള വികസിത രാജ്യങ്ങളിൽ അവിടുത്തെ റോഡ് പണി എന്നും നിരന്തരമായിട്ട് റോഡ് പണിതുകൊണ്ടിരിക്കുകയല്ല, അല്ല പണിത റോഡിൽ വീണ്ടും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പണിത റോഡുകൾ വീണ്ടും വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ല. അവിടെ ഒരു പ്ലാനുണ്ട്, എത്ര വർഷത്തേക്ക് റോഡിന് എത്ര വീതി വേണമെന്നും റോഡ് പണിത് കഴിഞ്ഞാൽ എത്ര കാലം അത് അതുപോലെ നന്നായിട്ട് കിടക്കണമെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നിരന്തരം റോഡ് പണിയും
നിരന്തരം റോഡിന് വീതി കൂട്ടലും നിരന്തരം അതിന് അവിടെ പണിത റോഡിന് തന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഈ കവലയിൽ അല്ലെങ്കിൽ രണ്ട് റോഡ് കൂടുന്നിടത്ത് ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി ഇപ്പം തൃശ്ശൂർ തുടങ്ങി അങ്കമാലി വരെ വരുമ്പോഴത്തേക്കും എത്ര സ്ഥലങ്ങളിലാണിത്. ഈ റോഡ് പണിതിട്ട് അധികം കാലമൊന്നും ആയില്ല, വീണ്ടും ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എറണാകുളം അല്ല തിരുവനന്തപുരം പോയി കഴിഞ്ഞാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണി തീരുന്ന ഒരവസ്ഥ ഈ നമ്മുടെ ഒരു ആയുസ്സിൽ കേരളത്തിലുണ്ടാകാത്തതിൻ്റെ കാരണം അഴിമതിയാണ്.